എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കേരളത്തിൽ അത്രയധികം പോപ്പുലർ ആയിട്ട് ഈ ബിസിനസ് ആരും ചെയ്യുന്നില്ല. കൂടുതലായിട്ടും കർണാടക, തമിഴ്നാട്, ഗുജറാത്ത് എന്നീ സ്ഥലങ്ങളിൽ നിന്നാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷനായി നടക്കുന്നത്. അതർ സ്റ്റേറ്റിൽ നിന്നാണ് നമ്മുടെ സ്ഥലങ്ങളിലേക്ക്, നമ്മുടെ ജില്ലകളിലേക്ക് ഇത് വരുന്നതും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഇത് കേരളത്തിലാണ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതലായിട്ടും വിജയ സാധ്യത കൂടുതലുള്ള ബിസിനസ്സാണ്. ഇനി എന്താണ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞുതരാം. നിലക്കടല അല്ലെങ്കിൽ കപ്പലണ്ടി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ കപ്പലണ്ടി വെച്ച് ഞങ്ങൾ എന്ത് ചെയ്യാൻ ഇന്ന് പുച്ഛിച്ച് തള്ളണ്ട. നിങ്ങൾ ഈ വീഡിയോ മൊത്തമായി കാണുക. A to Z കാര്യങ്ങൾ ഫുള്ളും, ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്താണ്, ഇതിനെ എന്ത് രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റും, എന്തെല്ലാം ലൈസൻസ് ആണ് ആവശ്യം എന്നുള്ള ഫുൾ കാര്യങ്ങളും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന പലരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണുക. നമ്മളെപ്പോഴും കപ്പലണ്ടി മേടിക്കുമ്പോൾ ഇത് നേരിട്ട് കൃഷി ചെയ്യുന്നവരുടെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നേരിട്ട് വാങ്ങിക്കാൻ നോക്കാം. കാരണം അങ്ങനെ നമ്മൾ മേടിക്കുമ്പോഴാണ് നല്ല ക്വാളിറ്റിയിലുള്ള കപ്പലണ്ടിയും റേറ്റ് കുറവിന് നമുക്കത് കിട്ടുള്ളൂ. കപ്പലണ്ടി പല രൂപത്തിൽ വിപണിയിൽ എത്തുന്നുണ്ട്. അതിന്റെ ഔട്ട് ഷെല്ലർ അടക്കം സെയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ പല മസാല കൂട്ടുകൾ ചേർത്ത് പല ഫ്ലേവറിൽ കൊടുക്കുന്നുണ്ട്. ഇനി കപ്പലണ്ടി മിഠായി എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ. അങ്ങനെയും പല രീതിയിൽ നമുക്ക് ഈ പ്രൊഡക്റ്റിന് വിപണിയിൽ എത്തിക്കാൻ സാധിക്കും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരൈറ്റം മാത്രമല്ല, പലവിധ രൂപത്തിൽ നമുക്ക് പലവിധ ടേസ്റ്റിലും നമുക്കിത് വിപണിയിൽ എത്തിക്കാൻ സാധിക്കും. വേണ്ട ലൈസൻസ് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ FSSAI ലൈസൻസ്, ട്രേഡ് ലൈസൻസ്, പേക്കർ ലൈസൻസ്, GST. ഇത് നാലും നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമാണ്. ഈ 4 പേപ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് ഇതിന് വേണ്ട റോ മെറ്റീരിയൽസ് എന്താണെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഇതിന് പീനട്ടാണ് ആവശ്യം, കപ്പലണ്ടി ആവശ്യമാണുള്ളത്. പിന്നെ നമ്മൾ എന്ത് ഫ്ലേവറിലാണോ എന്ത് രീതിയിലാണോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട സ്പൈസസ് ആവശ്യമാണ്. പിന്നെ ഇതിന്റെ തൊലി കളഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു പീനട്ട് റിമൂവർ ഔട്ടർ ഷെൽ റിമൂവർ എന്ന് പറഞ്ഞിട്ട് ഒരു മെഷീൻ ഉണ്ട്. അത് നമുക്ക് ഏകദേശം ഒരു 60,000 രൂപ മുതൽ 1,25,000 രൂപയുടെ ഉള്ളിൽ തന്നെ നമുക്ക് കിട്ടും. ഇന്ത്യ മാർട്ട് പോലത്തെ ആപ്പുകളിൽ നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ കോണ്ടാക്ട് നമുക്ക് നിരവധി ആൾക്കാരെ ഇങ്ങനെ മെഷീൻസ് വിൽക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ കിട്ടും. പക്ഷെ നമ്മളെപ്പോഴും മെഷീൻസ് മേടിക്കുമ്പോൾ നേരിട്ട് ചെന്ന് മെഷീൻസ് മേടിക്കാൻ നോക്കുക. ഒരിക്കലും ഓൺലൈൻ ത്രൂ മെഷീൻസ് മേടിക്കാൻ ഞാൻ അത്രയധികം സജസ്റ്റ് ചെയ്യില്ല. കാരണം നമ്മൾ നേരിട്ട് ചെല്ലുമ്പോൾ അതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളതും അതിന്റെ സർവീസ് എത്ര നാൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നും അതെങ്ങനെയാണ് പ്രോസസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിലും ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് അവർ നമുക്ക് പറഞ്ഞു തരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ മെഷീൻസ് മേടിക്കുമ്പോൾ നേരിട്ട് ചെന്ന് മെഷീൻസ് മേടിക്കാൻ നോക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ നേരിട്ട് ചെല്ലാൻ സമയമില്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ മാർട്ട് പോലത്തെ ആപ്പിൽ നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇഷ്ടംപോലെ കോണ്ടാക്ടേഴ്സിനെ നമുക്ക് കാണാൻ കിട്ടും. അവരായിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്ത് അവരായിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് ഈ മെഷീൻ മേടിക്കാം. 1 കിലോ കപ്പലണ്ടി തൊലി കളഞ്ഞെടുക്കുമ്പോൾ, അതായത് ആ മെഷീനിലിട്ട് പ്രോസസ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് 750 ഗ്രാമാണ് കിട്ടുക. ഇനി 30 കിലോ ഇടാണെന്നുണ്ടെങ്കിൽ നമുക്ക് 20 കിലോനാണ് ആ പ്രോസസ്സ് കഴിഞ്ഞ് ആ തൊലി കളഞ്ഞു വരുമ്പോൾ നമുക്ക് 20 കിലോനായിട്ട് കിട്ടാം. ഇത് നമുക്കിപ്പോൾ ഇതിന്റെ മാർക്കറ്റിംഗ്, ഇതിന്റെ ബ്രാൻഡിങ്, ഇതിന്റെ പ്രോസസ്സിങ് എല്ലാം ചെയ്യുമ്പോൾ 1 കിലോന് നമുക്ക് ഏകദേശം ചെലവ് വരുന്നത് 80 രൂപയാണ്. അതന്നെ 20 കിലോന് ചെലവ് വരുന്നത് 2000 രൂപയാണ്. ഇതെല്ലാം കഴിഞ്ഞ് നമുക്കിത് പല രീതിയിലും മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റും. പല ഫ്ലേവേഴ്സിലും ഇത് നമുക്ക് മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റും. നമുക്ക് ഇത് തൊലി കളയാതെയും, അതായത് ഇതിന്റെ ഔട്ടർ ഷെല്ലർ ഉണ്ടല്ലോ അത് റിമൂവ് ചെയ്യാതെ മാർക്കറ്റിൽ എത്തിക്കാം. ഇനി അത് ഇന്നർ ഷെല്ല് അതിന്റെ റിമൂവ് ചെയ്ത് മാർക്കറ്റിൽ എത്തിക്കുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടി ലാഭം ഉണ്ടാക്കാനും 1 കിലോന് ഒരു 1000 രൂപയുടെ താഴെ കണ്ട് റേറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തൊലി കളഞ്ഞു കൊടുക്കുന്നതാണ് നമുക്ക് ഇത്തിരി കൂടി ലാഭം. പല രീതിയിലും പല ഫ്ലേവേഴ്സിലും നമുക്ക് വിപണിയിൽ എത്തിക്കാൻ പറ്റും. ഈ ഒരൊറ്റ പ്രോഡക്റ്റ് ഉപയോഗിച്ച് നമുക്ക് വിപണിയിൽ എത്തിക്കാൻ പറ്റും. ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നമുക്കിത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്ന സൈറ്റുകളിലും നമുക്കിത് സെല് ചെയ്യാൻ പറ്റും. സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള എല്ലാ ലൈസൻസും നമുക്ക് ആവശ്യമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ കൊടുക്കാം, നമ്മുടെ അടുത്തുള്ള ലോക്കൽ ഷോപ്പുകളിൽ കൊടുക്കാം, എല്ലായിടത്തും ഇത് കൊണ്ടുപോയി വെക്കാം. പിന്നെ അതിലും പുറമെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഷോപ്പുകളിൽ കൊണ്ടുപോയി വെച്ചിട്ട് പറയാം, സെല്ലായതിനു ശേഷം മാത്രം, വിറ്റു പോകുന്നതിനനുസരിച്ച് മാത്രം നമുക്ക് പൈസ തന്നാൽ മതി എന്നൊരു ചാൻസും കൂടി, എന്നൊരു ഐഡിയയും കൂടി നിങ്ങൾ അവരുടെ മുന്നിൽ പറഞ്ഞതിന് ശേഷം വെക്കുക. പല ഷോപ്പുകളും ചിലപ്പോൾ പുതിയ ഐറ്റംസ് മേടിച്ച് വെക്കാൻ മടിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരോട് പറയാം, സെല്ലായതിനു ശേഷം മാത്രം നിങ്ങൾ ഞങ്ങൾക്ക് കാശ് തന്നാൽ മതി, അല്ലെങ്കിൽ ക്യാഷ് തന്നാൽ മതി. അങ്ങനെ പറഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ അത് അവിടെ വെക്കാൻ നോക്കാം. അങ്ങനെ
ഒരുപാട് മേഖലയിൽ ഇത് പിന്നെ ഇതിന് ഒരുപാട് ബ്രാൻഡിങ് ആയിട്ട് കോമ്പറ്റീഷൻ ഒന്നും ഇല്ലാത്ത കാരണം തന്നെ ഇതാരും ബ്രാൻഡ് നോക്കി മേടിക്കുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി വിജയ സാധ്യത കൂടുതലാണ്. ബ്രാൻഡഡ് പ്രൊഡക്റ്റിനേക്കാൾ നമ്മൾ ഇങ്ങനെയുള്ള ഒരു ബ്രാൻഡിങ് പ്രൊഡക്റ്റ് അല്ലാത്ത ഐറ്റംസ് തിരഞ്ഞെടുക്കുന്നതിനാണ് ബിസിനസ് സാധ്യതയ്ക്ക് കുറച്ചും കൂടി മുൻഗണന. കാരണം നമുക്ക് സെയിലായി പോവാൻ കുറച്ചും കൂടി എളുപ്പം അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളായിരിക്കും. അപ്പൊ ഇതുപോലെയുള്ള ബിസിനസ് ഐഡിയകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്.